വിവാഹ സംബന്ധമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ വിരോധങ്ങളെ കൊണ്ട് ബാധാദോഷങ്ങൾ വന്നെന്ന് പ്രശ്നത്തിൽ പറയാറുണ്ട്. ആ വിവാഹ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്തെന്ന് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ദുരിതങ്ങൾ അതുകൊണ്ട് തന്നെ സംഭവിക്കാം. ഇപ്പോൾ കല്യാണത്തിനെ പറ്റി അന്വേഷിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്താവും ചിലപ്പോൾ ചെക്കൻ വേറെ ഏതെങ്കിലും സ്ത്രീകളെ അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് പോവുക, അല്ലെങ്കിൽ കഴിച്ചു വെച്ച അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ മോതിരമാറ്റം, വള ഇത്യാദികളൊക്കെ മാറി അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞു വെച്ചിട്ടുള്ള ചില സ്ത്രീകളാവും വേറെ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ചിലപ്പോൾ മുങ്ങുക. അവർ ഈ കല്യാണം ഇഷ്ടമില്ല, അതിൽ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന അതിൽ സ്നേഹിച്ചു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്, വീട്ടുകാർക്ക് സമ്മതമില്ലാതെ വേറെ ഒരു വ്യക്തിയുമായിട്ടുള്ളത് എൻഗേജ്മെന്റ് കഴിഞ്ഞു, പക്ഷെ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ചാടിപ്പോകുമ്പോഴും ആ വ്യക്തികൾ തമ്മിലുള്ളതായ ചില ഉടമ്പടിക്ക് അവിടെ വിള്ളൽ വരുന്നു. അപ്പോൾ അവര് ശക്തമായിട്ട് അഭിചാര ദോഷങ്ങളോ പ്രവൃത്തികളോ ചെയ്യും. ഇപ്പൊ ചെക്കനാണ് പോയിട്ടുള്ളത് വെച്ചെങ്കിൽ അവൻ അവിടെ നിൽക്കാൻ പാടില്ല, വേറെ ആളായിട്ട് ജീവിക്കാൻ പാടില്ല, കഴിഞ്ഞാലും അത് വിട്ടുപോകണം എന്നുള്ളതിൽ. അത് സ്ത്രീയാളും ശരി, ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ചെക്കനെ, ഈ സ്ത്രീനെ. അപ്പോൾ വരേണ്ട ആളുകളോ പറയും എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ഒരു കാരണവശാലും അവിടെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കരുത്, അവൾ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരണം, അങ്ങനെയും പറയും. അല്ലെങ്കിൽ ചില അച്ഛനും മാതാപിതാക്കള് അവരുടെ മക്കളാണ് ഇതേപോലെ ഓടിപ്പോവാന്ന് പറയും. അങ്ങനെ സംഭവം ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ നാണക്കേട് മാനക്കേട് ഓർത്ത് അവര് പറയും ഒരു നാഴിക പോലും, ഒരു സെക്കൻഡ്, ഒരു നാഴിക പോലും അവർ ജീവിച്ചിരിക്കാൻ പാടില്ല. അവരെവിടെ ഉള്ള പൊക്കാനായിട്ട് പോലീസിനോടോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള അനുയായികളോടോ നിർദ്ദേശം കൊടുക്കും. അതേപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിലേക്ക് അവരൊരു കാരണവശാലും നിൽക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാല് ഇന്ന ദേവിക്ക് ഞാൻ ഇന്നമാര് ചെയ്യാം, ചാത്തന് ഇന്നത് ചെയ്യാം, കരിങ്കുട്ടിക്ക് ഇന്നത് ചെയ്യാം, അങ്ങനെ ഓരോരുത്തർക്കും വഴിപാട് നേർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് സംഗതി വശാൽ ഈ നേരുന്ന വഴിപാട് പോലെ തന്നെ ഏതേത് മൂർത്തികൾക്കാണ് അവർ പറയണെന്ന് വെച്ചെങ്കിൽ അവരൊക്കെ ഈ വ്യക്തിക്ക് അത് ഉപദ്രവത്തിനായിട്ട് പോവുക. അപ്പൊ അദ്ദേഹത്തിന്റെ ജോഡി ആരാ? അപ്പോൾ സ്ത്രീക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ പുരുഷന് ചിലപ്പോൾ ഇതുകൊണ്ട് ഭാഗത്ത് കിട്ടും, കാരണം അവരായിട്ട് വൈരാഗ്യം ഉണ്ടെങ്കിലല്ലേ വിട്ടു പിരിഞ്ഞു പോവുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായ കർമ്മങ്ങള് അത് ആഭിചാരമായിട്ട് ആണ് അവിടെ നിന്നിട്ട്, അല്ലെങ്കിൽ ഉപദ്രവത്തിലാണ് പിന്നെ ഉപദ്രവിക്കുകയും ചെയ്യുക. അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ ചേർച്ചയില്ലായിരുന്നു വരുന്നു, അവർ തമ്മിൽ തല്ലുമുഴക്കും വരുന്നു. ഭക്ഷണം കഴിക്കണേല്, ഇരിക്കണേല്, നടക്കണേല് നേരത്തെ എങ്ങനെ എത്രയോ സ്നേഹത്തോടു കൂടി ഇരുന്നതാ, അതിനൊക്കെ വിപരീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരിക. അല്ലെങ്കിൽ ഭാര്യ എല്ലാം അവസാനിപ്പിച്ച് പോരുക, അല്ലെങ്കിൽ ഭർത്താവ് മരണത്തിന് വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ മദ്യപാനത്തിലേക്ക് പോകുക. അങ്ങനെ ഒരുപാട് മേഖലകളാണ് അതിലുള്ളത് ഉണ്ടാകുക. അപ്പൊ ഈ വിവാഹ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കഷ്ടങ്ങളാണ് ഇപ്പൊ അങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതുപോലെ ഏതെങ്കിലും സ്ത്രീനെ കണ്ടു, അല്ല സ്ത്രീ പുരുഷനായിട്ട് കണ്ടു, അവിചാരിതമായിട്ട് കാണുന്നു, അവര് ശാരീരികമായിട്ട് അവർ ബന്ധപ്പെടുന്നവര് അതിൽ നിന്ന് മുതലെടുക്കാനായിട്ട് ചിലപ്പോ ആണോ പെണ്ണോ ശ്രമിക്കും. ആണാണെങ്കിൽ അവരുടെ ഫോട്ടോസ് പിടിച്ച് അല്ലെങ്കിൽ വീഡിയോ പിടിച്ച് അത് കാണിച്ച് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി സ്ത്രീ ആണെങ്കിലോ അവൾക്ക് പറയാൻ പറ്റുന്നൊരു എന്താന്ന് വെച്ചാല് എനിക്ക് വിശ്വാസമുണ്ട്, ഇത് കളയാൻ പറ്റില്ല, സമ്മതിക്കില്ല, എനിക്ക് ചെലവിന് വരണം, കുട്ടിക്ക് ചെലവിന് കൊടുക്കണം, അങ്ങനെ പറയാ. അപ്പൊ ഇതൊക്കെ ഈ ഗണത്തിൽപ്പെടാവുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വിവാഹത്തിന് സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ വിരോധങ്ങള്. അപ്പൊ രാശി വയ്ക്കുമ്പോ എന്ന് പറഞ്ഞ 7ാം ഭാവം കൊണ്ടാണ് ഈ ഭാര്യ ഭർത്തൃസ്ഥാനത്തിനെ പറ്റി ചിന്തിക്കാം. അപ്പൊ അതിൽ തന്നെ പറയുന്നത് വിവാഹമതനാലോക ഭാര്യാഭദ്ര സമാഗമ ശയ്യാ സ്ത്രീയ സന്മനഷ്ടാർത്ഥം മൈഥുനാനാപ്തി സപ്തമാൽ. വിവാഹം കഴിക്കരുത്, കഴിച്ചാൽ ഒന്നുപോലെ നിൽക്കരുത്, മക്കളുണ്ടാകാൻ പാടില്ല, അതേപോലെ തന്നെ കാണും തന്നെ വിരോധങ്ങളായിട്ട് വരണം. അത്തരം കാര്യങ്ങളിൽ കൂടിയാണ് പിന്നെ അവർ പിരിയാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അതിനോടൊത്ത് അവരുടെ വീട്ടുകാരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങും. അപ്പൊ ഇതെല്ലാം വിവാഹമോചനത്തിനോ അല്ലെങ്കിൽ അവിടുന്ന് പിരിയലിനോ കാരണമായിരിക്കും.
അപ്പൊ അനുബന്ധിച്ച് അവരുടേതായ ജാതകത്തിൽ ചില പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരിക്കാം. ഇനി പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ നോക്കാതെ കല്യാണം കഴിച്ചാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു പോയതിന് ശേഷമാണ് അവരിതിനെ പറ്റി ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെയും ബാധാദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, തീരാത്ത ബാധാദോഷങ്ങളായിട്ട് അവർക്ക് വരാം. ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ആ സ്ത്രീക്ക് വിവാഹം കഴിക്കില്ല, അല്ലെങ്കിൽ ആ പുരുഷന് വിവാഹം കഴിക്കാൻ പറ്റില്ല, കഴിഞ്ഞാലും ഒന്നുപോലെ നിൽക്കാൻ പറ്റില്ല, മക്കളുണ്ടാവാൻ പറ്റില്ല, ഉണ്ടാവില്ല. അതൊരു മാസം 2 മാസം ആകുമ്പോൾ അബോർഷനായിട്ട് പോകും. അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ ആണ് ഈ വിവാഹ സംബന്ധമായിട്ടുള്ളതായ കാര്യങ്ങളെ കൊണ്ട് പറയാം. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.